ശ്രീകൃഷ്ണ ലീലാമൃതം ശ്രീകൃഷ്ണ ലീലാമൃതം ശ്രീകൃഷ്ണ മഴ കഴിഞ്ഞൊരു പ്രഭാതം. ഗോകുലം വീണ്ടും ശ്വാസം വിടുന്നു. നനഞ്ഞ മണ്ണിന്റെ മണം കാറ്റിൽ ഒന്ന് തങ്ങിയിരിക്കുന്നതുപോലെ വീട് ജീവിതം തിരികെ തുടങ്ങുന്നു. പക്ഷേ ഒരു വീട്ടിൽ ഇന്ന് ഒരു ചെറിയ മാറ്റം. യശോദയുടെ കരങ്ങളിൽ ഒരു പുതുജീവൻ. നന്ദൻ നോക്കുന്നു. വാക്കുകളില്ലാതെ ഒരു പുതിയ ബന്ധം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതുപോലെ. ഒരു പേര് വേണമല്ലോ. ആ ചിന്ത ശബ്ദമാകുന്നു. ആരും ഓടിപ്പോകുന്നില്ല, ആരും വിളിച്ചുവരുത്തുന്നില്ല. എന്നാൽ വാർത്ത സ്വയം പടരുന്നു. ഗ്രാമം പതുക്കെ ഒന്നിക്കുന്നു. ഒരാൾക്കൊരാൾ പോലെ, ഒരാൾക്കായി. ഒന്നും ആഘോഷമല്ല, എങ്കിലും എന്തോ ഉണ്ടാകുന്നു. ഒരു വൃദ്ധൻ എത്തുന്നു, നിശബ്ദമായി, എന്തോ അറിയുന്നവനായി. യശോദ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നു. ലോകം മുഴുവൻ വിട്ട് ഒരു നിമിഷം എല്ലാവരും നിശബ്ദം. അവൻ പറയുന്നു ഒരു പേര്, വളരെ പതുക്കെ. കൃഷ്ണ. ശബ്ദമല്ല അത്, ഒരു ശ്വാസം. ആ പേര് വായുവിൽ ലയിക്കുന്നു. ആരും കൈയടിക്കുന്നില്ല, ആരും വിളിക്കുന്നില്ല. പക്ഷേ എന്തോ മാറി. ആ പേര് ഇപ്പോൾ ഇവിടെയുണ്ട്. അവസാനം മക്കൾ മാറിപ്പോകുന്നു, ശബ്ദങ്ങൾ കുറഞ്ഞുപോകുന്നു. മറ്റെല്ലാം മാഞ്ഞപ്പോൾ ശേഷിക്കുന്നത് ഒരു അമ്മയും അവളുടെ കുഞ്ഞും. കൃഷ്ണ.